ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായിട്ട് എത്തുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. കോട്ടയം പാലയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം. ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് പാല കുരിശുപള്ളിക്ക് മുന്നിൽ ഒരു സംഘടന രംഗം ചിത്രീകരിച്ചതിന് ശേഷം ആ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. ചിത്രത്തില് നമ്മുടെ മാർക്കോയിലെ വില്ലനായിട്ടുള്ള കബീർ ദുഹാൻ സിംഗിനെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഏട്ടനെയും ഒക്കെ കാണാൻ കഴിയും. എന്തായാലും ആക്ഷന് പ്രാധാന്യമുള്ള ഒരു വമ്പൻ സിനിമ തന്നെയായിരിക്കും ഒറ്റക്കൊമ്പൻ എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ജൂൺ 6 എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് പല കാരണങ്ങളാൽ മുൻപ് മാറ്റിവെച്ചിരുന്നു. നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസാം സലാമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ആസിഫ് അലിയുടേതായിട്ട് ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുള്ള മൂവി എന്ന് പറയുന്നത് സർക്കിട്ട് ആണ്. മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും സർക്കിട്ട് എന്ന ചിത്രത്തിന് ലഭിച്ചത്. അപ്പോ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രവുമായി നമ്മുടെ ആസിഫ് അലി വീണ്ടും വരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന ഈ ചിത്രത്തിലൂടെ. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലൈവർ രജനീകാന്തിന്റെ 2 ചിത്രങ്ങൾ, ഒന്ന് കൂലിയും അതുപോലെ തന്നെ രണ്ടാമത്തേത് ജയിലർ 2-മാണ്. ജയിലർ 2-വിന്റെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡിസംബറോട് കൂടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വരുന്ന കൂലി എന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂലിയുടെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14-ആണ്. സത്യത്തിൽ അന്നേ ദിവസം ബിഗ് ക്ലാഷ് ആണ്, അല്ലെങ്കിൽ വലിയൊരു ക്ലാഷ് ആണ് അന്നേ ദിവസം സംഭവിക്കുന്നത്. അന്നേ ദിവസമാണ് ജൂനിയർ NTR-ഉം അതുപോലെ ഋത്തിക് റോഷനും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന യാഷ് രാജ് ഫിലിംസിന്റെ വാർ 2 എന്ന ചിത്രവും റിലീസ് ചെയ്യുന്നത്. വളരെ വലിയൊരു ക്ലാഷ് തന്നെയായിരിക്കും അന്നേ ദിവസം സംഭവിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശിവകാർത്തികേയൻ നായകനായിട്ട് എത്തുന്ന മദ്രാസി എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയ നടൻ ബിജു മേനോനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. AR മുരുകദോസാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. മദ്രാസി എന്ന ഈ ചിത്രം സെപ്റ്റംബർ 5-നാണ് റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാമിന്റെ ജീവിതം സിനിമയാകുന്നു. തെന്നിന്ത്യൻ സൂപ്പർ താരം ധനുഷാണ് ഈ ചിത്രത്തിൽ അബ്ദുൽ കലാമായി എത്തുന്നത്. കലാം ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ട് എത്തുന്നത് ഓം റൌട്ടാണ്. ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.